ഞാൻ ഹിന്ദി ഡ്രാമയിൽ അമൻ കി ആശ എന്നുള്ള ഡ്രാമയിൽ മെയിൻ ഫീമെയിൽ ലീഡായ പർവീൻ എന്നുള്ള ക്യാരക്ടറാണ് ചെയ്തത്. And if I come to the character Parveen, she is a poor village girl who is like staying with her in-laws. Her character is very like complex character and with like emotional conflicts. കാരണം ഒരു ഹൈലി കോൺഫ്ലിക്റ്റഡ് ഒരു കോംപ്ലിക്കേറ്റഡ് ഇമോഷൻസ് ആണ്. എടുക്ക് ഭയങ്കര സങ്കടം വരാ, ഡിപ്രസ്ഡ് ആവുക, അത് കഴിഞ്ഞ് അടുത്ത മിനിറ്റിൽ തന്നെ ഭയങ്കര ഒരു അഗ്രഷൻ, ഒരു ഭയങ്കര ഒരു ആംഗ്രി മോഡിലാവുക, ഒരു ഭയങ്കര ഒരു സൈക്കിക് മോഡ്. അതായത് ഒരു സൈക്കോ അല്ല, ഒരു സൈക്കിക് ക്യാരക്ടർ. Complicated for me to take because ഫസ്റ്റിലൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി എന്താന്നുള്ള. പിന്നെ ഈ ക്യാരക്ടർ എടുക്കാവുന്ന ഉള്ളിൽ ഒരു ക്യാരക്ടർ, അതായത് ബേസിക്കലി ഒരു ആക്ടറിന്, ഒരു ആക്ട്രസിന് ഒരു ക്യാരക്ടർ ഉള്ളിലെടുക്കാമെന്ന് പറഞ്ഞാണല്ലോ അത്. എന്നിട്ട് നമ്മളെ ക്യാരക്ടറിനെ മറന്നുപോയിട്ട് ആ ക്യാരക്ടർ എടുക്കാമെന്ന് പറയുന്നത് അതാണല്ലോ ഈ ആക്ടേഴ്സിൻ്റെ ഒരു ഇത് മെയിൻ ഇത്. അപ്പോൾ ഞാനാണെങ്കിൽ ഫസ്റ്റ് ടൈമാണ് ഇത് ഡ്രാമ ചെയ്യുന്നത്. Honestly പറയുകയാണെങ്കിൽ I really felt so the journey was like so amazing. പിന്നെ ഡ്രാമ ടീമിനെ പറ്റി പറയാൻ, നമ്മളെ ഹിന്ദി ഡ്രാമയിലെ ടീം എല്ലാവരും വാസ് ലൈക്ക് സോ അമേസിങ്. ലോട്ട്സ് ഓഫ് താങ്ക് യു ഫോർ ദ ആർട്ട് ടീം. അവരെ പറയാതിരിക്കാൻ പറ്റില്ല ബിക്കോസ് അത്രയും ഒരു ഹാർഡ് വർക്ക് ചെയ്തിരിക്കണ്. എല്ലാം നമ്മളൊരു ഫാമിലി, ഒരു ഡ്രാമ ക്ലബ് എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലി പോലെ ആയിട്ടാണ് നിന്നത്. സോ ഇത് എനിക്ക് ക്യാരക്ടർ തന്ന നൗഷാദ് സാറിനും ഇത് ചെയ്യാനുള്ള അവസരം തന്ന എല്ലാവർക്കും a very big thank you. എൻ്റെ പേര് തസ്നീം. നൗഷാദ് മാഷ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള അമൻ കി ആശ എന്ന് പറഞ്ഞിട്ടുള്ള ഹിന്ദി ഡ്രാമയിൽ
അഭിഷേക് എന്ന് പറഞ്ഞിട്ടുള്ള പട്ടാളക്കാരൻ്റെ വേഷം ചെയ്തത് ഞാനായിരുന്നു. ഔഷാദ് മാഷും ഒപ്പം തെഹസീൻകയും ആയിരുന്നു നമ്മുടെ ഡ്രാമ നിയന്ത്രിച്ചിരുന്നത്. അവരായിരുന്നു അഭിനയത്തിൻ്റെ ഗൗരവവും എങ്ങനെ അഭിനയിക്കണം എന്നുള്ള കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തന്നതും അതിൻ്റെ ഒരു ഗൗരവം നമുക്ക് മനസ്സിലാക്കി തന്നതൊക്കെ അവരായിരുന്നു. പ്രാക്ടീസ് സമയത്തുണ്ടായിട്ടുള്ള നല്ല നല്ല അനുഭവങ്ങളും ഓർമ്മകളും ഒക്കെ എപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ ഡ്രാമയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സീസണിൽ എനിക്ക് ബെസ്റ്റ് ആക്ടർ ലഭിക്കുകയും ചെയ്തു. അതിന് പ്രയത്നിച്ചിട്ടുള്ള മറ്റുള്ള എല്ലാവർക്കും ഒരുപാട് സ്നേഹവും നന്ദി. ഈ ഡ്രാമ വഴി അഭിനയത്തോടും ടീം വർക്കിനോടൊക്കെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഇഷ്ടം വന്നു. ഇഷ്ടം മാത്രമല്ല, ഇതെൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരുപാട് അനുഭവങ്ങൾ സമ്മാനിച്ച് അതിപ്പോഴും നല്ല ഓർമ്മയായിട്ട് എൻ്റെ മനസ്സിലിങ്ങനെ നിലനിൽക്കുന്നുണ്ട്.